ഹായ് വ്യൂവേഴ്സ്, നമസ്കാരം. നമുക്ക് നിഫ്റ്റിയുടെ വരാൻ പോകുന്ന ആഴ്ചയുടെ ചെറിയ അനലൈസിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. മാർക്കറ്റ് ഡൗൺ ആയിരുന്നു, അറിയാമല്ലോ. കുറച്ച് ദിവസമായിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വൺ ഡേ ഡെയിലി ബേസ് ചാർട്ടാണ് കാണുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു വ്യൂ അനുസരിച്ച് മാർക്കറ്റ് ഈ ഒരു പോയിൻ്റ് മാർക്കറ്റ് നല്ലൊരു യെല്ലോ ലൈൻ ഒരു സപ്പോർട്ട്സാണ് വർക്ക് ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. താഴെ കാണുന്ന വൈറ്റ് ലൈന് നമ്മൾ ലോങ് ടൈം ഉള്ള ഒരു വ്യൂ ആണത്. അത്ര പ്രാധാന്യം കൊണ്ട ആവശ്യമില്ല. ലോങ് ടൈം നോക്കുമ്പോൾ ഒരു ട്രെൻഡ് ലൈനാണത്. അതൊക്കെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇൻട്രാഡേ ആണ് ചെയ്യുന്നത്. നമുക്ക് ചെറിയ ടൈം ഫ്രെയിം നോക്കിയാൽ മതി. ഇത് 30 മിനിറ്റ് ചാർട്ടാണ് ഈ വരുന്നത്. ഇതിൽ നമുക്ക് ഉള്ള പ്രധാന സപ്പോർട്ട്സ് ഇത് ട്രെൻഡിലാണ്. നമുക്കിനി മുകളിലേക്ക് പോകുമ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതാണ്. അത് ബ്രേക്ക് ചെയ്യണം മുകളിലേക്ക് അപ്സൈഡ് കിട്ടണമെങ്കിൽ. നാളെ ഇനി മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ഒന്ന് ഗ്യാപ്പ് അപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. ന്യൂസിലൊക്കെ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ചെറിയൊരു പോസിറ്റിവിറ്റി കാണാൻ പറ്റുന്നുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തതിനേക്കാൾ 60 പോയിൻറ്റ് പ്ലസ്സിലാണ് നിൽക്കുന്നത്. ഈ ഒരു പോസിറ്റിവിറ്റി മുന്നോട്ടും ഉണ്ടെങ്കിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴുണ്ടെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം. ഇനി മാർക്കറ്റ് ഓപ്പൺ ആകാൻ സമയമുണ്ട്, ന്യൂസിൽ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് കൺഫേം പറയാൻ പറ്റില്ല. എന്നാൽ ഇപ്പോൾ ഒരു ചെറിയൊരു പോസിറ്റിവിറ്റി നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മാർക്കറ്റിൻ്റെ ഒരു സപ്പോർട്ട്സ് വരാൻ പോകുന്നത് യെല്ലോ ലൈനാണ്. പിന്നെ വൈറ്റ് ലൈൻ അത്രയും ഇതല്ല, കാരണം ബിഗ് ടൈം ഫ്രെയിം നോക്കുമ്പോൾ ആ സപ്പോർട്ട്സ് ആണെങ്കിലും സ്മോൾ ടൈം ഫ്രെയിം നോക്കുമ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. കുഴപ്പമില്ല. യെല്ലോ ലൈനാണ് നമുക്ക് മെയിനായിട്ടുള്ളൊരു സപ്പോർട്ട്സ് ആണെന്ന് പറയാം. പിന്നെ അവിടുന്ന് വെബ്സൈറ്റിലേക്ക് പോയാലും ഈ ഓറഞ്ച് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണം. ഇതൊരു പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. നമുക്കിനി ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് റെസിസ്റ്റൻസ് എടുത്തിട്ട് ഇത് നമുക്കിനി സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈ ടൂൾ ഉപയോഗിക്കാം. ഇത് വളരെ ഉപകാരപ്പെട്ടൊരു ടൂളാണ്. ഫെബ് ടൂളാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. അതിനും വരുന്ന നമ്മുടെ ട്രെൻഡ് ലൈനായിട്ട് മാച്ചായിട്ട് വരുന്നൊരു റെസിസ്റ്റൻസ് സപ്പോർട്ട് സോണാണിത്. 81.20 അതിൻ്റെ സപ്പോർട്ട് സോണാണ്. മാക്സിമം മാർക്കറ്റ് പോകാൻ സാധ്യതയുള്ള ഏരിയ ആണത്. 81.20 ദെൻ 100%, പിന്നെ 100. ഇത് 3 ഏരിയ പ്രധാനപ്പെട്ട ഒരാളാണ്. നാളെ മാർക്കറ്റ് ഡൗൺ സൈഡ് പോയാലും ഈ ഒരു ഏരിയയിൽ നിന്ന് ഫുൾ ബാക്ക് എടുക്കണമെന്ന് വിചാരിക്കുന്നത്. അത് കുറച്ച് കോമൺ കാര്യം വരുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. 2, സപ്പോർട്ട് സോൺ ആണത്. ഫിനാൻഷ്യലി നമുക്ക് സപ്പോർട്ട് സോൺ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് വന്നാലും ഇവിടെ നിന്നൊരു അപ്പ് സൈഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പ് സൈഡിലേക്ക് പോകുമ്പോൾ വേറൊരു ഇഷ്യൂ ഉള്ളതെന്ന് പറയാം. ഈ ട്രെൻഡ് ലൈനോടെ നമുക്ക് മാച്ച് ആകുന്നുണ്ട്. ആ ട്രെൻഡ് ലൈന്, സപ്പോർട്ട് സോൺ, ഫിബൊനാച്ചി എല്ലാം ട്രെൻഡ് ലൈന് എല്ലാം കൂടെ ഒരു ഏരിയ ആണത്. അപ്പം സ്വാഭാവികമായിട്ട് മാർക്കറ്റ് അപ്പ് സൈഡ് ആയിരിക്കാനാണ് സാധ്യത. ഈ ഒരു സോൺ കണ്ടെങ്കിൽ മനസ്സിലാവും. എല്ലാം കൊണ്ടും മെച്ചതാണ്. മാർക്കറ്റ് ഒരു അപ്പ് സൈഡ് ആണെങ്കിൽ കുഴപ്പമില്ല. ഒരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ മാർക്കറ്റ് പതിയെ മുന്നുള്ള ദിവസങ്ങളിൽ മാർക്കറ്റ് ഇങ്ങോട്ടായിരിക്കും വരുന്നത്. നാളെ ഇപ്പോൾ മാർക്കറ്റ് അപ്പ് സൈഡ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ മുന്നോട്ട് പോയാലും ഈ ഓറഞ്ച് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാം. എന്നാലേ മുന്നോട്ടൊരു ഇതുള്ളൂ. നിഫ്റ്റി കാണുന്നൊരു മൂവിൻ്റെ ഇതാണ് കാണുന്നത്. ഡൗൺ സൈഡാണ്. നമുക്കുള്ള സപ്പോർട്ട്സ് നമുക്ക് മനസ്സിലായി തോന്നുന്നു. റെപ്രസെൻ്റ് ഇപ്പോൾ നോക്കുന്നത് അനലൈസിങ് നോക്കുന്നത് മാർക്കറ്റ് ഈ ഒരു പാർട്ടിയിലാണ് മാർക്കറ്റ് വെള്ളിയാഴ്ച ക്ലോസ് ആകുന്നത്. ABC എന്നാണ് നമുക്ക് കണക്ക് കൂട്ടാം. നാളെ മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പ് അപ്പാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാർക്കറ്റ് ഗ്ലോബൽ ന്യൂസ് ആണ് ഉള്ളത്. ന്യൂസ് ബേസ് ആണ് മാർക്കറ്റ് ഉള്ളത്, അറിയാമല്ലോ. പിന്നെ ഇവൻറ്റുകളുണ്ട്, അതൊക്കെ നോക്കി ട്രേഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.